തൊടുപുഴയിൽ 7 വയസ്സുകാരനെ ക്രൂരമായി മർദ്ദിച്ച കേസിൽ കുട്ടിയുടെ അമ്മയെ പ്രതി ചേർക്കേണ്ടതില്ലെന്ന് നിയമോപദേശം. സംഭവത്തിൽ മറ്റു സാക്ഷികളില്ലാത്തതിനാൽ ഇവരെ മാപ്പുസാക്ഷിയാക്കി മുഖ്യപ്രതി അരുൺ ആനന്ദിനെ കൊടുക്കാമെന്നാണ് നിയമോപദേശം ലഭിച്ചത്. യുവതിയെയും പ്രതിയാക്കിയാൽ പ്രോസിക്യൂഷൻ ഭാഗം ദുർബലമാകും. അത് അരുണിന് രക്ഷപ്പെടാൻ സൗകര്യമാകും. മകനെ ഉപദ്രവിച്ചയാൾക്ക് പരമാവധി ശിക്ഷ വാങ്ങിക്കൊടുക്കുന്നതിൽ അമ്മ തടസ്സം നിൽക്കില്ലെന്നാണ് പോലീസിന്റെ നിഗമനം. അവരെ കോടതി മുമ്പാകെ ഹാജരാക്കി 164 വകുപ്പ് പ്രകാരം രഹസ്യമൊഴി എടുപ്പിക്കാനാണ് പോലീസ് ഉദ്ദേശിക്കുന്നത്. ഇതോടെ കേസിൽ ഒരു പ്രതി മാത്രമാകുമെന്നും പരമാവധി ശിക്ഷ അരുണിന് വാങ്ങിക്കൊടുക്കാനാകുമെന്നും പോലീസ് കണക്കുകൂട്ടുന്നു. മർദ്ദന വിവരം മറച്ചുവെച്ചതിനും മർദ്ദനത്തിന് കൂട്ടുനിന്നതിനും യുവതിക്കെതിരെ കേസെടുക്കാൻ പോലീസ് ആദ്യം ആലോചിച്ചിരുന്നു. സംഭവത്തിൽ കുട്ടിയുടെ അമ്മയും അനുജനുമല്ലാതെ മറ്റു ദൃക്സാക്ഷികളില്ല. ഇളയ കുട്ടിക്ക് പ്രായം 5 വയസ്സ് മാത്രമായതിനാൽ വിചാരണ ഘട്ടത്തിൽ മൊഴി പൂർണ്ണമായും സ്വീകരിക്കാനും തടസ്സമുണ്ട്. ഇത് മുഖ്യപ്രതിക്ക് രക്ഷപ്പെടാൻ പഴുതാകുമെന്നാണ് വിലയിരുത്തുന്നത്. അരുണിനെതിരെ IPC 302 വകുപ്പാണ് ചുമത്തിയിരിക്കുന്നത്. കുട്ടിയെ ദ്രോഹിക്കാൻ അമ്മ കൂട്ടുനിന്നുവെന്ന് പറയാനാവില്ലെന്നും വാദിക്കാനാവും. കുട്ടിയെ ദ്രോഹിക്കുന്നത് പലപ്പോഴും താൻ തടഞ്ഞതായാണ് ഇവരുടെ മൊഴി. അവർക്കും ഇയാളിൽ നിന്ന് മർദ്ദനമേറ്റിട്ടുണ്ട്. ഒടുവിൽ കുട്ടിയെ ക്രൂരമായി മർദ്ദിക്കുന്ന സമയത്തും ഇവർ തടയാൻ ശ്രമിച്ചിരുന്നു. തന്നെയും കുട്ടികളെയും ഇയാൾ ക്രൂരമായി മർദ്ദിക്കാറുണ്ടെന്നാണ് യുവതിയുടെ മൊഴി. ആദ്യമുണ്ടായ കാര്യങ്ങൾ പോലീസിനോട് പറയാതിരുന്നത് അരുണിനെ ഭയന്നാണെന്നും ഇയാൾ മാരകമായി ഉപദ്രവിക്കാറുണ്ടെന്നും തുറന്നു പറയാൻ ഭയമായിരുന്നുവെന്നും യുവതി പറയുന്നു. അതേസമയം യുവതിയുടെ അമ്മ ഒരു റിട്ടയർഡ് അധ്യാപികയാണ്. KSTA ഭാരവാഹിയായും പ്രവർത്തിച്ചിരുന്നു. CPM പ്രവർത്തകയുമാണ്. ഇവരും മരണമടഞ്ഞ ബിജുവിന്റെ അമ്മയും സുഹൃത്തുക്കളാണ്. ഒരേ സ്കൂളിലെ അധ്യാപികമാരുമായിരുന്നു. ഇവരുടെ പരിചയമാണ് ബിജുവും യുവതിയും തമ്മിലുള്ള വിവാഹത്തിലെത്തിയത്. ഈ ദാരുണ സംഭവം ഉണ്ടായപ്പോൾ അമ്മയ്ക്ക് മകളെ രക്ഷിക്കണമെന്നുണ്ട്. അതിനാണ് ബിജുവിന്റെ അമ്മ കഴിഞ്ഞ ദിവസം മരുമകൾ നല്ലവളാണെന്ന വാർത്ത പുറത്തുവിട്ടത്. കൂട്ടുകാരിയുടെ മകളെ തള്ളിപ്പറയാൻ ബിജുവിന്റെ മാതാവ് തയ്യാറാകുന്നില്ല. എന്നാൽ ബിജുവിന്റെ പിതാവ് മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയെന്ന് പറയുന്നുണ്ടെങ്കിലും ഇതുവരെയും ഒരു അന്വേഷണവും ഉണ്ടായിട്ടില്ല. CPM തിരക്കഥയാണ് ഇപ്പോൾ പോലീസ് തയ്യാറാക്കുന്നത്. യുവതിയെ മാപ്പുസാക്ഷിയാക്കുന്നതും ഇതിനാണ്. കുട്ടികളോട് അടുപ്പക്കാരൻ ക്രൂരത കാട്ടിയപ്പോൾ മൗനം പാലിച്ച അമ്മയ്ക്കെതിരെ കേസെടുക്കാൻ പോലീസ് മടിക്കുന്നതും CPM സമ്മർദ്ദമാണ്. ആരോപണം ഒഴിവാക്കാനാണ് കേസിന്റെ ബലത്തിന് അമ്മയെ മാപ്പുസാക്ഷിയാക്കണമെന്ന് പോലീസ് പറയുന്നതെന്നാണ് ആരോപണം. കേസ് കോടതിയിൽ വരുമ്പോൾ ഇവർ അരുണിനൊപ്പം ചേരില്ലെന്നും പറയാനാകില്ല. യുവതിയുടെ മുഖത്തും കണ്ണിലും അടികൊണ്ട് നീര് വന്ന വീർത്ത പാടുകളുണ്ട്. കുട്ടിയെ സംഭവ ദിവസം രാത്രി ഇയാൾ താഴെയിട്ട് പലതവണ ചവിട്ടി അലമാരയ്ക്കുള്ളിൽ വെച്ച് ഞെരിച്ചുവെന്നും അമ്മ തന്നെ പറയുന്നത് മാപ്പുസാക്ഷിയാക്കാൻ മതിയായ കാരണങ്ങളാണെന്ന് പോലീസ് കരുതുന്നു. 8 മാസമായി അരുണാനന്ദിനൊപ്പം താമസിക്കുകയായിരുന്നു യുവതിയും 2 കുട്ടികളും. കുട്ടികളുടെ അച്ഛൻ 1 വർഷം മുൻപ് മരിച്ചു. ഇതിനുശേഷമാണ് അരുണിനൊപ്പം യുവതി തൊടുപുഴയിൽ വന്ന് താമസമാക്കിയത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.